1 ലക്ഷത്തിന് തരാം 2 ലക്ഷത്തിന് തരാന്ന് പറയുമ്പോൾ വേഗം പോയി വണ്ടി എടുക്കലല്ല, അത് ചെക്ക് ചെയ്യണം. എന്താ നാനോ ക്യാമറ ഉപയോഗിച്ചിട്ട് ഉള്ളിലേക്ക് ചെക്ക് ചെയ്ത് എന്താണ് ഓയിലേക്ക് ഉണ്ട്. ക്രോസ് ബാറിന് നല്ല ഇടിയിട്ട് ഫുള്ള് ബെൻഡ് ആയിട്ടുണ്ട്. ഡീസൽ ടാങ്ക്, വലിയ ഡീസൽ ടാങ്ക് ഫുള്ള് എംസിൽ ഇട്ടിട്ട് ഇങ്ങനെ റബ്ബർ കൊടുത്ത് നോക്കി നിങ്ങൾ. ചെറിയ ചെറിയ ലീക്കേജ് കാര്യങ്ങളുണ്ട്. ഇനിയിപ്പോ ഈ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ പ്ലാറ്റ്ഫോം ഫുള്ള് തുരുമ്പിടിച്ചിട്ടുണ്ട്. ഫുള്ള് തുരുമ്പിടിച്ച് പണി കിടക്കാണ്. 100 to 150 ആ റേഞ്ചിനുള്ളിലാണ് വരുന്നത്. ഓക്കെ, എത്ര പൊട്ടി കയറി നോക്കി കഴിഞ്ഞാൽ ഇതാ 333, 649. അത്യാവശ്യം നല്ല വൃത്തിക്ക് കയറിങ്ങനെ പൊട്ടി. 1040 ഒക്കെ ഇതിന്റെ മുകളിൽ പൊട്ടി കയറിയെങ്കിൽ അവസ്ഥ നോക്കിക്കോളി. മൊത്തത്തിൽ വണ്ടിന്റെ സ്കാനിങ് മൊത്തം ചെക്ക് ചെയ്തിട്ടുണ്ട്. എയർ ബാഗ് കംപ്ലൈന്റ് ആണ് അല്ലെ, അതേപോലെ തന്നെ ABS ഫോൾട്ട് 2 എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട്. ടയറിംഗ് മാത്രം ഒക്കെ ആയിട്ട് ബന്ധം കാര്യമുണ്ടോ, ബാക്കി മൊത്തം നശിപ്പിച്ചിട്ട് ബാറ്ററി റീപ്ലേസ് ചെയ്യാനാണ് കാണിക്കുന്നത് അല്ലേ. അത്രക്കും പഴക്കം ചെന്ന ബാറ്ററി ആണ്. ഇനിയിപ്പോ അതേപോലെ തന്നെ ഈ ഒരു ബോണ്ടി തുറന്നപ്പോൾ തന്നെ മൊത്തത്തിൽ വണ്ടി ഇടിച്ചിട്ട് ഫുള്ള് തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. ഈ ഭാഗമൊക്കെ ഫുള്ള് ചതഞ്ഞിട്ടുണ്ട്, നല്ല ഇടി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോ ഇവിടെ ചെക്ക് ചെയ്യാൻ പോകുന്ന ഹോട്ടലിന്റെ ഈ ഒരു മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ഫുള്ള് ചെക്ക് ചെയ്യുന്നത്. നമുക്ക് ഇവിടുന്ന് പോയിട്ടുള്ളൂ. BMW ഒക്കെ 2017 6 മാസം വരുന്നത് അല്ലേ, 6 മാസം വരുന്ന BMW ആണ് വരുന്നത്. ഏകദേശം 150 ചെക്ക് പോയിന്റ് കഴിഞ്ഞിട്ടാണ് നിങ്ങളെ കയ്യിലേക്ക് ഈ ഒരു പേപ്പർ തരുന്നത്. അപ്പൊ കോഴിക്കോട് കൊണ്ടോട്ടി ഭാഗത്തേക്ക് പോകുമ്പോൾ ഐക്കരപ്പടി കഴിഞ്ഞാൽക്കാണ് ജർമ്മൻ ചെക്ക് വരുന്നത്. അപ്പൊ കാർ ഇൻസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ ഇത് അവരുടെ നമ്പർ ഞാൻ കൊടുക്കാം, വേഗം ബുക്ക് ചെയ്തോളി. അല്ലാതെ നിങ്ങൾ വണ്ടി എടുക്കരുതെന്നാണ് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നത്.